അടുത്ത വണ്ടി കയറ്റും. അപ്പൊ ഇത് സ്പ്ലിറ്റ് അടിച്ചിട്ട് ഈ ജോബ് കാർഡ് സ്പ്ലിറ്റ് അടിച്ചിട്ട് അടുത്ത ജോബ് കയറ്റും. എന്നുവെച്ചാൽ ഒരു സെക്കൻഡ് പോലും നമ്മൾ വെറുതെ നിൽക്കാൻ പാടില്ല. പഴയ തനതായ സ്വരാജ് മസ്റ്റയുടെ സ്റ്റിയറിംഗ് വീലാണ് അതിന്റെ അകത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നോക്കല്ലോ കേട്ടോ. ഓട്ടോയൊക്കെ പെയിന്റിങ്ങിന് 5 രൂപ വരെയുള്ള പെയിന്റിങ്ങിന് ഇത് 4500 രൂപ. അത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ടാർജറ്റ് പറയും. ഒരാൾക്ക് ഇത്ര ഒരു ദിവസം ഇത്ര രൂപയുടെ വർക്ക് ചെയ്യണമെന്നുണ്ട്. 1200 രൂപയുടെ വർക്കായിരുന്നു ഒരു ദിവസം ഒരാൾ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ടീം ബേസ് ആണ് വർക്ക്. 3 സെക്ഷൻ ഉണ്ടായിരുന്നു. 3 സെക്ഷനിലും കൂടി 20 പെയിന്റർമാരും 20 ഡെൻഡർമാരും ഉണ്ടാവും. ഫ്രണ്ട്സ് നമ്മള് 4500 രൂപ. അത്രേ ഉള്ളൂ അല്ലേ? 4000 തൊട്ട് വരും. 3500 രൂപ നടക്കുന്നത്. ശരി. ഇപ്പൊ സാധനത്തിനൊക്കെ വില കൂടിയപ്പോഴത്തേക്ക് ഒരു സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതൊരു സർക്കാർ വണ്ടി ആയതുകൊണ്ടേ ആ ഒരു മെയിൻ്റെനൻസ് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മറ്റേ വാൻ്റെ പഴയ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ പെയിൻറ്റിങ് വീഡിയോ നമ്മൾ ചെയ്ത് അവസാനമായപ്പോഴാണ് അത് മനസ്സിലായത് അത് കംപ്ലീറ്റ് വീഡിയോസ് അല്ലായിരുന്നു, ഒരു പാച്ച് വർക്ക് പോലത്തെ വീഡിയോസ് ആയിരുന്നു. അപ്പോൾ അതിനിപ്പോൾ എപ്പോഴാണ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതുകൂടാതെ നമുക്ക് ആ വർക്ക്ഷോപ്പിൽ ചെന്നപ്പോൾ കുറേ ഇൻഫർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസ്, ഇത്ര വർഷം 10-20 വർഷം വർക്ക് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസും അതിൻ്റെ പഴയ കഥകളും, പിന്നെ ഷോറൂംസിലൊക്കെ എറണാകുളത്ത് മറ്റേ പോപ്പുലറിൽ വർക്ക് ചെയ്ത കഥകളും, പിന്നെ ഇപ്പോൾ ചേട്ടൻ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കണം. നല്ല ഒരു നൊസ്റ്റാൾജിയ ഒരു ഫീലാണ് പുള്ളിയുടെ കഥകൾ കേൾക്കാനായിട്ടൊക്കെ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പകുതി ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒരു പാച്ച് വർക്ക് ഒരു ഏരിയ മാത്രമേ പെയിൻറ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ അത് കൊണ്ടുവരുമെന്ന് പറഞ്ഞെങ്കിലും അവർക്ക് തന്നെ അത് ചിലപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ അത് സർക്കാരിൻ്റെ അല്ല, ചിലപ്പോൾ കൊണ്ടുവന്നാൽ പറയാൻ കൊണ്ടുവന്നു. അങ്ങനെ ആ ഒരു വീഡിയോ ആയിപ്പോയി. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി പുള്ളി പറയുന്ന ഒന്ന് കേട്ട് നോക്കണേ. പെയിന്റിങ്ങിന് കയറിയെന്ന് പറഞ്ഞാൽ NC പെയിന്റ് ആണ് ഉപയോഗിക്കുന്നത്. NC പെയിന്റ് ഉപയോഗിച്ച് NC തിന്നർ ഉപയോഗിച്ചിട്ട് ചെയ്യും. നെറോലാക്കിന്റെ പെയിന്റ് ആണ് ഈ പോപ്പുലർ ഉപയോഗിക്കുന്നത്. നെറോലാക്കിന്റെ ടോപ്പ് പെയിന്റർക്ക് 5000 രൂപ. അത് കഴിഞ്ഞ പിന്നെ അങ്ങനെ കുറെ കാലം നിന്ന് ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോഴാണ് പിന്നെ 2K സിസ്റ്റം എന്ന് പറഞ്ഞ് പെയിന്റ് ഇറങ്ങി. 2K സിസ്റ്റം എന്ന് പറഞ്ഞ് PU പെയിന്റ് ഇറങ്ങി. 2Kയുടെ പെയിന്റാണ് ആദ്യമായിട്ട് ഇറങ്ങി. അത് അവർ കമ്പനിക്കാർ വന്നിട്ട് പെയിന്റ് ഒരു വണ്ടി, ഒരു മാരുതിയുടെ ഒരു പിന്നെ ST1000 ആണ് ആദ്യം പെയിന്റ് ചെയ്ത് കാണിക്കുന്നത്. മെറൂൺ മെറ്റാലിക് വണ്ടി പെയിന്റ് അടിച്ച് കാണിച്ച് അതിൻ്റെ കംപ്ലൈൻറ്റ് ജോബ് ചെയ്യണത് എങ്ങനെയാണെന്നും ട്രൈ സാൻഡിങ് എങ്ങനെയാണെന്നും ട്രൈ സാൻഡിങ് വർക്ക് എങ്ങനെയാണെന്നും PU ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളത് വർക്ക് പഠിപ്പിച്ചു തന്നവരാണ്. അവർ ട്രെയിനിങ് തന്നില്ല. ജോബ് ട്രൈ സാൻഡിങ് കുത്തിയിട്ട് പോയി കാറുകളെല്ലാം വർക്ക്, കമ്പനികളിലെല്ലാം വർക്ക് ചെയ്യണത് അങ്ങനെ. വെള്ളത്തിന്റെ പരിപാടിയില്ല, വെള്ളം തൊടത്തില്ല, ഫുൾ ഡ്രൈ ഫിനിഷിങ്ങും. ആ ജോബ് ഒരിക്കലും കംപ്ലൈന്റ് വരത്തില്ല. ലൈഫ് ലോങ് ഗ്യാരണ്ടി, ഉരുമ്പെടുക്കത്തില്ല. അങ്ങനെയാണ് വർക്ക്. പിന്നെ ഡെന്റിങ് വർക്കാണെങ്കിൽ തന്നെ ഡെന്റിങ് അതിന്റെ പഞ്ച് സ്പോട്ടിന്റെ ഉള്ള വെൽഡിങ് ഒക്കെ മാറി, ഗ്യാസ് വെൽഡിങ് ഒക്കെ മാറി, കമ്പനി ഇതേ രീതിയിൽ തന്നെയുള്ള വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് തുരുപ്പെടുക്കൽ കുറയും. ആക്സിഡന്റ് ജോബാണല്ലോ നമ്മളവിടെ ചെയ്യണത്. അപ്പോൾ അതിനൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉള്ള ഈ ബോഡി ഫില്ലർ വന്നപ്പോഴത്തേക്ക്, PUവിന്റെ സിസ്റ്റം വന്നപ്പോഴത്തേക്ക്, 2K സിസ്റ്റം വന്നപ്പോൾ എല്ലാം മാറി. അങ്ങനെ കാര്യങ്ങൾ സ്പീഡായി ജോബ്. ഓരോ മാസവും നമുക്ക് അപ്പോൾ കമ്പനി വർക്ക് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1500 രൂപക്ക് കയറി ഓരോ വർഷം ഒരു 500 രൂപ കൂടും, 1000 രൂപ കൂടും. അങ്ങനെ കൂടി 12 വർഷം കഴിഞ്ഞപ്പോൾ 8000 രൂപ സാലറി. അപ്പൊ ചേട്ടൻ ഇറങ്ങുന്ന എത്രാമത്തെ വർഷത്തിലായിരിക്കും? അത് ഏത് വർഷമാണ്? ഇപ്പൊ 98 കയറി ഇറങ്ങി പോകുന്നത് 10 വർഷത്തിന് മേളിലായി. 10 വർഷം ഇവിടെ തുടങ്ങിയിട്ടായി. അപ്പൊ ഒരു
3 വർഷത്തോളം ഗൾഫിൽ നിന്നില്ലേ, 3 വർഷം ഗൾഫിൽ പോയി. അപ്പൊ ചേട്ടൻ ഒരു 95-ൽ ഇറങ്ങി, അല്ല 2005-ൽ ഇറങ്ങിയിട്ടുണ്ടോ? ഇറങ്ങി. അങ്ങനെ നമ്മള് ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന, ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ടാർഗറ്റ് പറയും. ഒരാൾക്ക് ഇത്ര രൂപ, ഒരു ദിവസം ഇത്ര രൂപയുടെ വർക്ക് ചെയ്യണമെന്നുണ്ട്. 1200 രൂപയുടെ വർക്കായിരുന്നു ഒരു ദിവസം ഒരാൾ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ടീം ബേസ് ആണ് വർക്ക്. 3 സെക്ഷൻ ഉണ്ടായിരുന്നു. 3 സെക്ഷനിലും കൂടി 20 പെയിന്റർമാരും 20 ടെൻഡർമാരും ഉണ്ടാവും. അതിൽ കുറച്ച് മെക്കാനിക്കുകളും. അതായത് അങ്ങനെ ഓരോ ടീമിനും ഇത്ര രൂപ ടാർഗറ്റ് വെച്ചിട്ട് ആ ടാർഗറ്റ് നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് അതിൽ കൂടുതൽ അടിക്കണവർക്ക് ഇൻസെന്റീവ് കൊടുക്കും. ഇപ്പൊ 5 ലക്ഷം രൂപയാണ് പറയണമെങ്കിൽ 5 ലക്ഷത്തിന് മേലോട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ലക്ഷത്തിന് ഇത്ര രൂപ വെച്ച് കമ്മിഷൻ ഓരോ ടീമിന്. അങ്ങനെ നമ്മള് വർക്ക് ചെയ്ത് 10 ലക്ഷം അടിക്കുമ്പോഴത്തേക്ക് അടുത്ത പ്രാവശ്യം 11 ലക്ഷമായിട്ട് അവർ ടാർഗറ്റ് കയറ്റും. അത് നമ്മൾ പറന്ന് അടിച്ചു കയറ്റിയാലേ നമുക്ക് ഇൻസെന്റീവിനുള്ള പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇൻസെന്റീവ് അങ്ങനെ കിട്ടണം. അടുത്ത മാസം 11 അടിക്കും, 12 അടിക്കും. 12 അടിക്കും. അവർക്ക് മനസ്സിലാവും ഇവര് സിമ്പിൾ ആയിട്ട് 12 ലക്ഷം അടിക്കും. അപ്പൊ അടുത്ത മാസം ഇവിടെ കയറ്റി അങ്ങോട്ട് വെക്കും. കമ്പനിക്കാണ് മെച്ചം. നമുക്ക് മെച്ചയില്ലെന്നല്ല, ബേസിക് സാലറി കുറവാണെങ്കിലും നമ്മള് പെയിന്റ് സാധനങ്ങൾ കൺസ്യൂമബിൾ വളരെ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസെന്റീവ് കൂടുതൽ, ഉപയോഗിക്കുന്ന സാധനങ്ങൾ കുറയ്ക്കും. ഇതിനകത്ത് ഒരുപാട് പൈസ പോകണം. ആ സാധനം അങ്ങോട്ട് കുറക്കുമ്പോഴത്തേക്ക് നമുക്ക് 3 വർഷം ഞാൻ ബൂത്തിൽ പെയിന്റിങ് മാത്രം നിന്നു. ഒരു ഡോറ് 125 പെയിന്റ് കൊണ്ട് അടിക്കാന്ന്. അത് ഈ 2Kയുടെ പെയിന്റ് മാറി, അത് കഴിഞ്ഞ് വേറെ കമ്പനിക്കാർ വന്നു. 2K എന്നുള്ളത് മാറിയിട്ട് സീക്വൻസിന്റെ പെയിന്റ് വന്നു. ICIയുടെ മാറിയിട്ട് സീക്വൻസ് എന്ന് പറഞ്ഞിരിക്കും. നല്ല കവറേജാണ്. 100-125 പെയിന്റ് ഉണ്ടെങ്കിൽ ഒരു ഡോറിന്റെ ഔട്ടർ ഫുള്ളായിട്ട് അടിക്കാം. 100 പെയിന്റ് ഫുള്ള് ഡോറിന്റെ അകവും 100 മില്ലി 125 മില്ലി മതി. ഒരു 800ന്റെ ഡോർ ഔട്ടറും ഇന്നറും കൂടെ അടിക്കാനായി. അത് അങ്ങനെ അടിച്ച് ക്ലിയറും ആ ഒരു ക്വാളിറ്റി ലെവലിൽ ഒരു 150 ക്ലിയർ കൊണ്ട് അടിച്ച് ടാർപ്പായിട്ട് വിടുമായിരുന്നു. ഒരു ദിവസം ഒരു 15 വെഹിക്കിൾ വരെ, ചെറുതും വലുതുമായിട്ട് 15 വെഹിക്കിൾ വരെ ഒരു ദിവസം പെയിന്റ് അടിക്കുമായിരുന്നു. ഇപ്പൊ ഈ 20 പെയിന്റർമാരും കൊണ്ടുവന്ന് ഒട്ടിച്ച് ബൂത്തിന്റെ വാതിക്കൽ ഇട്ട് വരും. പെയിന്റ് മിക്സ് ചെയ്യാൻ വേറെ ആൾക്കാരാണ്. അവര് മിക്സ് ചെയ്ത് വെക്കും. നമ്മൾ ലിഡ് അടിച്ചു കൊടുത്തേക്കും. നേരത്തെ ജോബ് തുടങ്ങുമ്പോഴേ ലിഡ് അടിച്ചു കൊടുക്കും. ലിഡ് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അത് അവര് മിക്സ് ചെയ്ത് പെയിന്റ് എടുത്ത് വെച്ചേക്കും. നമ്മൾ റെഡിയായി ഒരു ബൂത്തിന്റെ വാതിക്കൽ എത്തിക്കും. മാസ്ക് ചെയ്ത് അങ്ങോട്ട് ഇടും. ഏത് വണ്ടി ആദ്യം ഇറങ്ങണം അത് ആദ്യം കയറ്റി അങ്ങോട്ട് അടിച്ചു കൊടുക്കും. അങ്ങനെ രാവിലെ തൊട്ട് 9 മണിക്ക് 8:45 ജോബ് സ്റ്റാർട്ട് ചെയ്യും. 8:45 ചെയ്ത് തുടങ്ങിയാൽ ഒരു 5 മണി വരെ എനിക്ക് പറഞ്ഞിട്ടുണ്ട് പോയി പെയിന്റ് അടിക്കാൻ. 5 മണി 6 മണി വരെയൊക്കെ നമ്മൾ പെയിന്റ് അടിക്കും മാക്സിമം. ഒരു 15 വണ്ടി അടിച്ച് ഇറക്കും. ഹീറ്റ് ചെയ്ത് ബൂത്തിൽ ഹീറ്റ് ചെയ്ത് അരമണിക്കൂർ ഹീറ്റ് ചെയ്തിട്ട് ഇറക്കും. ആ ചൂടിനകത്ത് നിന്ന് 3 വർഷം നമ്മൾ പെയിന്റ് അടിക്കും. ഒരു മാസ്ക് പോലും ഇല്ലാതെ. മാസ്ക് പോലും കമ്പനി മേടിച്ചതില്ല. മാസ്ക് മേടിച്ചത് പെയിന്റ് കമ്പനിക്കാരാണ്. അതുകൊണ്ട് അത് മാനേജർക്ക് കൊടുത്തിട്ട് മാനേജറാണ് എനിക്ക് തന്നത് പ്രീമിന്റെ ഒരു മാസ്ക്. മറ്റേ ഫുൾ സൂട്ടിലായിരുന്നു. മറ്റേ ചന്ദ്രനിൽ പോകുമ്പോൾ അപ്പൊ അന്നേരം അപ്പൊ അത് മാസ്ക് വേണ്ടതല്ലേ അത്രയും ബാക്കിയുള്ള സംഭവം തരുമ്പോ മാസ്ക് കൂടി വേണ്ടത്. മാസ്ക് ഇത് കിട്ടിയപ്പോഴത്തേക്ക് അവര് തന്നെ നമുക്ക് ഈ സാധനമൊക്കെ തന്നു. അത് മാരുതി നിന്നൊക്കെ ചെക്കിങ്ങിന് ആള് വരും. അപ്പൊ കൂടുതൽ ആ ടൈമിനെ ഇടുള്ളൂ. സെറ്റായിട്ട് നിൽക്കും. അല്ലാത്ത സമയത്തൊക്കെ നമ്മള് ഫ്രീ ആയിട്ട് തന്നെ അടിക്കും. ലോക്കലായിട്ട് ആദ്യം ഉണ്ടായിരുന്ന ഹീറ്റിംഗ് ബൂത്ത് ഒന്നും ഇല്ലായിരുന്നു. സിസ്റ്റം ഒക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് അവരാണ് LGയുടെ ബൂത്ത് കൊണ്ടുവന്നത്. ഹീറ്ററുള്ള ഡീസൽ ഹീറ്റിംഗ് ആണ് ബൂത്ത്. അരമണിക്കൂർ ഹീറ്റ് കഴിഞ്ഞാൽ അരമണിക്കൂർ ഇത്ര ഡിഗ്രി ഹീറ്റില് അരമണിക്കൂർ അടയും. അത് കഴിഞ്ഞ് തണുക്കും. തണുത്ത് കഴിയുമ്പോഴത്തേക്ക് അരമണിക്കൂർ കഴിയുമ്പോൾ സെറ്റ് ആക്കാനുള്ള ഡോറെടുത്ത് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാവും. ഓരോ പീസ് അടിച്ചു കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാനുള്ള പരിപാടി ഇത് തണുത്ത് കഴിയും. അങ്ങനെ ജോബ് സ്പീഡായി. പിന്നെ നമ്മൾ ഗൾഫിൽ പോയെന്ന് പറഞ്ഞാൽ ഗൾഫില് ഒരു പീസ് ചെയ്യണതിന് 3 മണിക്കൂർ ടൈം തരും. ഒരു പീസ് ജോബ് ചെയ്യണ ഒരു പീസ്, ഒരു കാറിന്റെ ഒരു പുതിയ പീസ് തരികയാണെങ്കിൽ 3 മണിക്കൂർ. കുട്ടി വർക്കുള്ളതാണെങ്കിൽ 4 മണിക്കൂർ. പേൾ വെഹിക്കിൾ അടിക്കുകയാണെങ്കിലും ഒരു പീസിന് 5 മണിക്കൂർ വരും. 5 മണിക്കൂർ.
അതിൽ നമ്മൾ 10 മണിക്കൂറിൻ്റെ ഒരു ജോബ് എടുക്കുകയാണെങ്കിൽ അവിടെ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ 10 മണിക്കൂറിൻ്റെ ജോബ് എടുത്താൽ 8 മണിക്കൂറിൽ തീരണം, 10 മണിക്കൂറിലും തീരാം. അതിൽ കൂടി 8 മണിക്കൂറിന് താഴെയും പോകാൻ പാടില്ല. അങ്ങനെയാണ് ജോബ്. കമ്പ്യൂട്ടറിൽ നമ്മൾ ആറോ എൻ്റർ ചെയ്തിട്ട് ടൈം ഓടിച്ചിട്ടാണ് ചെയ്യുന്നത്. 10 മണിക്കൂറിൻ്റെ ജോബ് എടുത്താൽ നമ്മൾ കുട്ടിയിട്ട് തേച്ച് തുടങ്ങും, 6 എൻ്റർ ചെയ്തിട്ട് ഓടിച്ച് തുടങ്ങും. അപ്പോൾ ടൈം ഓടാൻ തുടങ്ങും. ഈ ജോബ് ചെയ്ത് സർപ്രൈസ് അടിച്ചിട്ട് അത് മാറ്റിയിട്ടിട്ട് അടുത്ത ജോബ് എടുക്കും. ജോബ് ഷീറ്റിൽ ടൈം തരും. ടൈം ഫോർമാൻ എഴുതിയിട്ട് വരും, ഇത്ര മണിക്കൂർ, ഇത്ര പീസ്, ഇത്ര മണിക്കൂർ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അത് ആറോ കമ്പ്യൂട്ടർ ഇട്ട് തരും. കമ്പ്യൂട്ടർ ഉണ്ടാകും. നമ്മൾ ചെന്ന് നമ്മുടെ കോഡ് നമ്പർ അടിച്ച്, നമുക്ക് കോഡ് നമ്പർ അടിച്ച് ആറോ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ആറോ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ജോബ് ഓടാൻ തുടങ്ങും. ജോബ് ഓടാൻ തുടങ്ങി നമ്മൾ ജോബ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി അങ്ങോട്ട് നമ്മളിത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് പൊട്ടിയിട്ട് സർഫേസ് അടിച്ച് കഴിഞ്ഞാൽ വണ്ടി മാറ്റിയിട്ടിട്ട് അടുത്ത വണ്ടി കയറ്റും. അപ്പൊ ഇത് സ്പ്ലിറ്റ് അടിച്ചിട്ട് ഈ ജോബ് കാർഡ് സ്പ്ലിറ്റ് അടിച്ചിട്ട് അടുത്ത ജോബ് കയറ്റും. എന്നുവെച്ചാൽ 1 സെക്കൻഡ് പോലും നമ്മൾ വെറുതെ നിൽക്കാൻ പാടില്ല. അതാണ് കമ്പനിയുടെ രീതി. 1 സെക്കൻഡ് നമ്മൾ ഐഡിയലാകാൻ പാടില്ല. 1 മിനിറ്റ് പോലും. എന്നുവെച്ചാൽ കമ്പ്യൂട്ടറിൽ നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഓരോ മിനിറ്റ് ചിലപ്പോൾ പോകും, താമസിച്ചു പോകും. അങ്ങനെ പോലും പോകാൻ പാടില്ല. ഇത് അടുത്ത് മാറ്റി അടുത്ത 10 മണിക്കൂറിന്റെ അല്ലെങ്കിൽ 2 മണിക്കൂറിന്റെ വർക്ക് എടുത്ത് അങ്ങനെ ടൈം ഇഷ്ടം പോലെ കിട്ടും. അവർക്ക് ടൈമിന് വർക്ക് തീർന്നാൽ മതി. ടൈം ഇഷ്ടം പോലെ കിട്ടും. നമുക്ക് ഫ്രീ ആയിട്ട് കുറെ കിടക്കാം. ഇവിടെ പോപ്പുലറിലൊക്കെ വർക്ക് ചെയ്ത കമ്പനി ഇപ്പോഴും എന്ന് പറഞ്ഞ കമ്പനിയായിരുന്നു ചാർജ്. അപ്പൊ ഈ ചേട്ടൻ പറയുന്ന ആ ഒരു മെത്തേഡ് തന്നെ ഇപ്പോഴത്തെ ഷോറൂമിലൊക്കെ ചേഞ്ച് ചെയ്ത് പോകുന്നത് ഇപ്പോഴും ഈ 98 തുടങ്ങിയ ആ സംഭവമാണ് ഇപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പെയിന്റിന് മാറ്റം വന്നു. വാട്ടർ ബേസ് പെയിന്റ് ആയി. ടോപ്പ് കമ്പനികളിലൊക്കെ വാട്ടർ ബേസ് ആണ് മെയിൻ. ക്ലിയർ മാത്രം ക്ലീനർ ബേസ് ഉണ്ട്. അതിന്റെ പുറമെ പെയിന്റ് വാട്ടർ ബേസ് ആണ്. വെള്ളത്തിൽ കഴുകിയെടുക്കാം കേട്ടത്. സുഖമായിട്ട് വാട്ടർ ബേസ് പെയിന്റ് ഞാനവിടെ വേറൊരു കമ്പനി ടെസ്റ്റ് അടിക്കാൻ പോയത് ഫോർഡിന്റെ കമ്പനിയിലാണ് പോയത്. അവിടെ ദുബായ്. അവിടെ ഞാൻ വാട്ടർ ബേസ് പെയിന്റ് അടിച്ചു. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ താമസാണ് വളരെ ബുദ്ധിമുട്ടാണ്. പെയിന്റ് അടിച്ച് ഓരോ ഫോട്ടോ അടിച്ച് കഴിഞ്ഞ് ഹീറ്റ് ചെയ്ത് ഉണക്കി സാവധാനം ഉണക്കിയിട്ട് അടുത്തടുത്ത് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ PU പ്രൈമർ അടിച്ചൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് ഈ സാധനം ഉണങ്ങും. സാഫ് സെറ്റാവും. സെറ്റായി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന ചേട്ടന് അപ്പോൾ നമുക്ക് ഇതിന്റെ വീഡിയോസ് കാണാം ഉടനെ. ഓക്കെ, നമുക്ക് ഇതിന്റെ അകത്തൊന്ന് കയറി നോക്കാം. ഇതിന്റെ അകത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. 2 സീറ്റ് കിട്ടും. ബാക്കില് വണ്ടി കമ്പനി ഒരു സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. നമുക്ക് പണ്ട് ആ കമ്പനി വന്ന ഒരു സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതൊരു സർക്കാർ വണ്ടി ആയതുകൊണ്ട് ആ ഒരു മെയിൻ്റെനൻസ് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ സൈഡ് ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ ഒരു വലിയൊരു ഡിജിറ്റലായിട്ടുള്ള ഗ്ലാസ് ഏരിയ തന്നെയാണ്. പഴയ സ്വരാജ് മസ്താന അറിയാമല്ലോ, നമ്മുടെ മിലിറ്ററിക്കാരൊക്കെ ഉപയോഗിച്ചിട്ടിരുന്ന അതേ ഒരു മെത്തേഡിലുള്ള ഒരു സ്ലൈഡിങ് ഡോർ തന്നെയാണ്. ഒരു 10-20 വർഷം മുമ്പേ ഉള്ളത്. സീറ്റൊക്കെ പഴയ സീറ്റ് തന്നെയാണ്. ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിലും അത് ഇവിടെ ഒരു സംഭവം വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഗിയറും കാര്യങ്ങളൊക്കെയാണ് പഴയ തനതായ സ്വരാജ് മസ്തയുടെ സ്റ്റിയറിംഗ് വീലാണ്. ഇവിടെ ഒരു ഫ്യൂവലിൻ്റെ വരുന്നുണ്ട്, ഹീറ്റിങ്ങിൻ്റെ വരുന്നുണ്ട്, ബാറ്ററി വരുന്നുണ്ട്. പിന്നെ ബാറ്ററിയുടെ തന്നെ 2 എണ്ണം വരുന്നുണ്ട്. മീറ്ററും കാര്യങ്ങളും പിന്നെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ തന്നെയുള്ള അകവും കാര്യങ്ങളും. ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു സ്വരാജ് മസ്തയില്ലേ, ഇതൊരു സർക്കാരിൻ്റെ വണ്ടിയാണ്. അപ്പം ജസ്റ്റ് നമുക്ക് ഫുൾ വീഡിയോ അല്ല കേട്ടോ. ജസ്റ്റ് നമുക്ക് ഒരു ചെറിയ പാച്ച് വർക്ക് പോലെ ഒരു വീഡിയോസാണ്. പക്ഷെ ഞാൻ കണ്ടപ്പോൾ ഒരു ഫുൾ വീഡിയോ എടുക്കാമെന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ വന്നത്. അപ്പോൾ ചെറിയൊരു പാച്ച് വർക്ക് ഏരിയ ഉള്ളൂ. ഇവിടെ ഒരു ചെറിയ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഈ ഒരു ഏരിയയും ഈ സൈഡ് മാത്രമേ പെയിൻ്റ് അടിക്കുന്നുള്ളൂ. ഫുൾ വീഡിയോ ആയിരുന്നെങ്കിൽ ഒരു രസമായേനെ. ഇതേപോലെ സ്വരാജ് മസ്ത ഉള്ള വീഡിയോസൊക്കെ ഇത് കുറവാണ്. നമുക്ക് നോക്കാം.
ഓൾമോസ്റ്റ് ഇത് കഴിഞ്ഞല്ലേ, ഓട്ടോയുടെ എല്ലാം കഴിഞ്ഞല്ലേ ചേട്ടാ? ഓക്കെ. ഇതൊക്കെ 5 രൂപ വരുവുള്ളൂ അല്ലേ ചേട്ടാ ഓട്ടോയൊക്കെ? പെയിന്റിങ്ങിന് 5 രൂപ വരുവുള്ള? പെയിന്റിങ്ങിന് ഇത് 4500 രൂപ. ആ അത്രേ ഉള്ളൂ അല്ലേ? 4000 തൊട്ട് വരും. ആ 3500 രൂപ അടിച്ചത്. അത് ശരി. ആ ഹാ ഹാ. ഇപ്പൊ ഇത് സാധനത്തിനൊക്കെ വില കൂടിയപ്പോഴത്തേക്ക് റേറ്റ് കൂട്ടി. ഓക്കെ. 5 രൂപ വരെ റേറ്റ് വരും. റേറ്റ് വരും. നല്ല ഫിനിഷിംഗ് ആയിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. വൈറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ ഓട്ടോയ്ക്ക് വേണ്ടിയല്ല, നമ്മളിപ്പോൾ ഈ വണ്ടിക്ക് വേണ്ടിയാണ് വന്നത്.